Hello my dear students, welcome back to Business Regulations. നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നാലാമത്തെ മോഡ്യൂളിലെ ലാസ്റ്റ് സെഷനാണ് ഇത്, സെഷൻ 55. നമ്മളിതുവരെ നമ്മുടെ കൺസ്യൂമർ റിഡ്രസലിന് വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി ഈ നാഷണൽ കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ, ഡിസ്ട്രിക്ട് ഫോറത്തിനുള്ള അഡീഷണൽ പവറിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ഫോറത്തിനും കമ്മീഷനും ഒക്കെ ഒരു ജുഡീഷ്യറി മിഷനറി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ ഈ പറഞ്ഞ പോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ്, അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും നശിപ്പിക്കപ്പെടും എന്നുള്ള ഭീഷണി നേരിടുന്നതാണെങ്കിൽ, അത് തെറ്റായി വിനിയോഗം ചെയ്യപ്പെടുന്നു കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം സീസ് ചെയ്യാനുള്ള അധികാരം ഈ പറയുന്ന ഫോറത്തിനും കമ്മീഷനുമുണ്ട്. ഈ പറയുന്ന സീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് കൺസേൺ പാർട്ടിക്ക് അത് സുരക്ഷിതമായിട്ട് തിരിച്ചു ഏൽപ്പിക്കാനുള്ള അധികാരവും ഈ ജുഡീഷ്യറി മിഷനറി കൊണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് അഡീഷണൽ ആയിട്ടുള്ള പവർ വന്നിട്ടുള്ളത്. ഇനി നമ്മളുടെ ഡിസ്ട്രിക്ട് ഫോറത്തിലും സ്റ്റേറ്റ് കമ്മീഷനിലും നാഷണൽ കമ്മീഷനിലുമുള്ള മെമ്പേഴ്സ് ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ മെമ്പറായിട്ട് തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് അവർ ഡിസ്ക്വാളിഫൈഡ് ആവുന്നതെന്നുള്ളത് നോക്കാം. അതിൽ നമ്മുടെ മെമ്പർ, ദാറ്റ് ഈസ് ഡിസ്ട്രിക്ട് ഫോറത്തിലോ സ്റ്റേറ്റ് കമ്മീഷനിലോ നാഷണൽ കമ്മീഷനിലോ ഉള്ള മെമ്പർ ഒരാൾ ഇൻസോൾവെൻ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് തുടരാൻ പറ്റില്ല ആ സ്ഥാനത്ത്. ഇനി അവർ എന്തെങ്കിലും സിവിലോ ക്രിമിനലോ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോറത്തിലോ കമ്മീഷനിലോ മെമ്പറായിട്ട് തുടരാൻ പറ്റില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് ഫിസിക്കലായിട്ടോ മെൻ്റലായിട്ടോ ഇൻകേപ്പബിൾ ആയാലും അവർ ഡിസ്ക്വാളിഫൈഡ് ആണ്. പിന്നെ മെമ്പറായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബ്രൈബ്, കോഴ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ ഡിസ്ക്വാളിഫൈഡ് ആവും. പിന്നെ മെമ്പർ എന്ന നിലയ്ക്ക് ആ പൊസിഷൻ ദുർവിനിയോഗം ചെയ്താലും ഡിസ്ക്വാളിഫൈഡ് ആവും. ഓക്കെ, ഓക്കെ. നമ്മളുടെ ഈ ഡിസ്ട്രിക്ട് ഫോറത്തിലും സ്റ്റേറ്റ് കമ്മീഷനിലും നാഷണൽ കമ്മീഷനിലും 3 ജുഡീഷ്യറി മിഷനറീസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ജുഡീഷ്യറി മിഷനറീസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലത്തിന് കാലയളവിന് ഉള്ളിലുള്ള കംപ്ലയിൻറ്റ്സ് മാത്രമാണ് അവർ അഡ്മിറ്റ് ചെയ്യുക. അതിനപ്പുറത്തുള്ള കംപ്ലയിൻറ്റ്സ് ഒന്നും ഒരിക്കലും അഡ്മിറ്റ് ചെയ്യില്ല. ദാറ്റ് മീൻസ് ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി അത് 2 കൊല്ലത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. ഓക്കെ, ആ കംപ്ലയിൻ്റ് ഉണ്ടായ ശേഷം 2 കൊല്ലം, അതിന് 2 കൊല്ലത്തിന് ശേഷമുള്ളതൊന്നും ഒരിക്കലും ഈ 3 ജുഡീഷ്യറീസും അക്സെപ്റ്റ് ചെയ്യില്ല. അൺലെസ് ഓർ അതർവൈസ് അതിൻ്റെ ആ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ മാത്രം. അപ്പം അതെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് 2 വർഷമായിട്ടും ആ ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ ഈ പറയുന്ന കൗൺസിലിൽ കൊടുക്കാത്തതെന്നുള്ളതിന് തക്കതായിട്ടുള്ള റീസൺ പറഞ്ഞ് അതിൽ ഏതെങ്കിലും ഒരു ജുഡീഷ്യറി മിഷനറി എങ്കിലും അതിന് ജെന്യൂൻ റീസൺ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് അവർക്കുള്ള ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതാണ് ലിമിറ്റേഷൻ പീരീഡ്. പിന്നെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, നമ്മളുടെ ഡിസ്ട്രിക്ട് ഫോറം ആയാലും സ്റ്റേറ്റ് കമ്മീഷൻ ആയാലും നാഷണൽ കമ്മീഷൻ ആയാലും, നാഷണൽ കമ്മീഷനാണ് ഈ സ്റ്റേറ്റ് കമ്മീഷൻ്റെയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെയും ഫുൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉള്ളത്. അപ്പം അവർ നാഷണൽ കമ്മീഷൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷനിൽ നിന്നും പീരിയോഡിക് ആയിട്ടുള്ള റിപ്പോർട്ട്സ്, എന്തൊക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ അവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, അതിന് എത്രണ്ണം പെൻഡിങ് ഉണ്ട്, അങ്ങനെയുള്ള പീരിയോഡിക് റിപ്പോർട്ട്സ് എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷനിൽ നിന്നും ഡിസ്ട്രിക്ട് ഫോറത്തിൽ നിന്നും നാഷണൽ കമ്മീഷൻ ആവശ്യപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ് കമ്മീഷനും ഡിസ്ട്രിക്ട് ഫോറത്തിനൊക്കെ എപ്പോഴും യൂണിഫോം ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഈ പറയുന്ന കംപ്ലയിൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷനായാലും ഡിസ്ട്രിക്ട് ഫോറം ആയാലും നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എത്ര കണ്ട് ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും എപ്പോഴും നമ്മുടെ നാഷണൽ കമ്മീഷൻ നോക്കി കാണുന്നുണ്ടാവും.
ഓക്കെ, നമ്മളുടെ ഈ ഡിസ്ട്രിക്ട് ഫോറത്തിലും സ്റ്റേറ്റ് കമ്മീഷനിലും നാഷണൽ കമ്മീഷനിലും ഈ പറയുന്ന കൺസ്യൂമറിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടിയ ശേഷം അത് ലീഗലി മൂവ് ചെയ്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഓർഡേഴ്സ് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യുന്നത്, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അത് ഓരോ കറസ്പോണ്ടിങ് മിഷണറി അവരുടെ ജുറിസ്ഡിക്ഷനിലാണ് അത് ഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലാ ഫോറത്തിൽ നമ്മളിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. അവർ ആ കൺസ്യൂമറിൻ്റെ കംപ്ലയിൻ്റ് അത് ശരിവെച്ച് ലീഗലി മൂവ് ചെയ്ത് ഒപ്പോസിങ് പാർട്ടി ആയിട്ടുള്ള ഒരു കമ്പനിയോ അല്ലെങ്കിൽ വ്യക്തിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ ആ ജില്ല മൊത്തം വ്യാപിക്കുന്ന രീതിയിലാണ് അത് പ്രഖ്യാപനത്തിൽ കൊണ്ടുവരിക. അതാണ് ഡിസ്ട്രിക്ട് ഫോറം. പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ, ഇപ്പം നമ്മൾ സംസ്ഥാനത്ത് ഉള്ള കമ്മീഷൻ, നമുക്ക് തിരുവനന്തപുരത്താണ് അതിൻ്റെ ഓഫീസുള്ളത്, അവിടെയാണ് ഒരു കംപ്ലയിൻറ്റ് നമ്മൾ കൊടുത്തതെന്ന് വിചാരിക്കുക. അത് അവർ ലീഗലി മൂവ് ചെയ്ത് ഒപ്പോസിങ് പാർട്ടി ആയിട്ടുള്ള ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ ആ സംസ്ഥാനത്ത് ഒട്ടാകെ വ്യാപിക്കുന്ന രീതിയിലാണ് പ്രഖ്യാപിക്കുക. ഇനി നാഷണൽ കമ്മീഷനിലാണ് നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുത്തു എന്നിരിക്കട്ടെ, അത് ലീഗലി മൂവ് ചെയ്ത് ഓപ്പോസിങ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നമ്മുടെ കൺട്രി ഫുള്ളും വ്യാപിക്കുന്ന രീതിയിലാണ് അതിനെ പ്രഖ്യാപിക്കുക. ഓക്കെ, ഇപ്പം നമ്മളുടെ ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഇതെല്ലാം നിലകൊള്ളുന്നത് കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കൺസ്യൂമേഴ്സ് അത് ശരിയായ രീതിയിൽ തന്നെയാണ് വിനിയോഗിക്കേണ്ടത്. അല്ലാതെ അത്രയും സീരിയസ് അല്ലാത്ത എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ്, ഫ്രിവ്യൂലസ് കംപ്ലയിൻറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വക്ഷ്യസ് കംപ്ലയിൻറ്റ്, ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഒന്നും ഒരിക്കലും നമ്മുടെ കസ്റ്റമേഴ്സ് കൊടുക്കാനായിട്ട് പാടില്ല. സപ്പോസ് അങ്ങനെയുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് നമ്മൾ ഡിസ്ട്രിക്ട് ഫോറത്തിൽ കൊടുത്തു എന്നിരിക്കട്ടെ, അത് ഡിസ്ട്രിക്ട് ഫോറം പിന്നീട് അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിനെ സ്റ്റേറ്റ് കമ്മീഷനിൽ, നാഷണൽ കമ്മീഷനിൽ അറിയിക്കും. അങ്ങനെ നാഷണൽ കമ്മീഷനോ സ്റ്റേറ്റ് കമ്മീഷനോ എന്ത് ചെയ്യും, ഈ കംപ്ലയിൻറ്റ് കൊടുത്ത ആളിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ കൊടുക്കും. എന്താണ് ഓർഡർ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ആരുടെ എഗെയിൻസ്റ്റ് ആയിട്ടാണോ ഈ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല, ഓപ്പോസിറ്റ് പാർട്ടിക്ക് കുറഞ്ഞത് 10,000 റുപ്പീസിൻ്റെ ഒരു കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഓർഡർ ഫോം ചെയ്യും. അതുകൊണ്ട് കസ്റ്റമേഴ്സ് എപ്പോഴും ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതാണ്. ഇനി പെനാൽറ്റീസ്. എന്താണ് ഈ പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കസ്റ്റമർ ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു, ഡിസ്ട്രിക്ട് ഫോറം അത് ലീഗലി അനലൈസ് ചെയ്തിട്ട് അതിനുള്ള ഓർഡർ പുറപ്പെടുവിച്ചു എന്ന് വിചാരിക്കുക. ആ ഓർഡർ ചിലപ്പോൾ കസ്റ്റമറിന് ഇഷ്ടമായിരിക്കില്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ടുള്ള ട്രേഡർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇതാരാണ് അക്സെപ്റ്റ് ചെയ്യാത്തവർ, അവർക്ക് സ്വാഭാവികമായിട്ട് അപ്പീലിന് പോവാം. അത് സ്റ്റേറ്റ് കമ്മീഷനിലോ നാഷണൽ കമ്മീഷനിലോ ആണ് അപ്പീലിൽ പോവേണ്ടത്. പക്ഷേ അങ്ങനെ അപ്പീലിന് പോവാതെ വെറുതെ ഈ ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ ഓർഡറിനെ നിഷേധിച്ച് ഇരുന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷനോ നാഷണൽ കമ്മീഷനോ എന്ത് ചെയ്യും, ഇത് അക്സെപ്റ്റ് ചെയ്യാത്ത വ്യക്തി ആരാണോ, അത് ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ടുള്ള ട്രേഡറോ അല്ലെങ്കിൽ നമ്മുടെ കംപ്ലയിൻറ്റൻ്റോ ആരായിക്കോട്ടെ, അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പണിഷബിൾ പെനാൽറ്റിയാണ് ഫോം ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം തൊട്ട് 3 വർഷം വരെയുള്ള ഇംപ്രിസൺമെൻറ്റും 2,000 തൊട്ട് 15,000 രൂപയുള്ള ഫൈനും, ചിലപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു പെനാൽറ്റിയാണ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ.